സ്തനങ്ങൾക്കുണ്ടാകുന്ന ഈ 3 സൗന്ദര്യ പ്രശ്നങ്ങളും നമുക്കിന്ന് ഡിസ്കസ് ചെയ്യാം. സ്തനങ്ങളുടെ വലിപ്പക്കുറവ് സാധാരണ ഉണ്ടാകുന്നത് യൗവനയുക്തരാകുന്ന യുവതികളിലാണ്. അതായത് ചെറുപ്പക്കാരികളിലാണ് കൂടുതൽ ഈ പ്രശ്നം കയറുന്നത്. സ്തനത്തിൻ്റെ വലിപ്പം കുറവെന്നുള്ള പ്രശ്നം അവരെ അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നമാണ്. അപ്പോൾ അത് വളരെ ലളിതമായിട്ടുള്ള രീതികൾ വഴി നമുക്ക് സ്തന വലിപ്പ വർധന ഉണ്ടാക്കാൻ സാധിക്കും. സിലിക്കോൺ ഇംപ്ലാന്റ്സ് വഴി സ്തനങ്ങളുടെ വലിപ്പം കൂട്ടുന്നത്. ഈ സിലിക്കോൺ ഇംപ്ലാന്റ്സിന് ഈ പറയുന്ന പോലെയുള്ള വലിയ ആരോഗ്യ പ്രശ്നങ്ങളോ ഒന്നുമില്ല. പിന്നെ ഇന്ന് വളരെ അതിന്യൂതനമായ ഹൈലി ടെക്നിക്കലി ഇവോൾവ് ആയിട്ടുള്ള ഇംപ്ലാന്റ്സ് നമുക്കുണ്ട്. അതിൻ്റെയൊക്കെ കാലാവധി എന്ന് പറയുന്നത് 10-15 വർഷം വരെ അതിനൊരു കേടുപാടും കൂടാതെ അത് ബ്രസ്റ്റിനുള്ളിൽ നമുക്ക് നിക്ഷേപിക്കാൻ കഴിയും. അപ്പോൾ അത്തരം സിലിക്കോൺ ഇംപ്ലാന്റ്സ് വെച്ചിട്ട് സ്തനങ്ങളുടെ വലിപ്പം നമുക്ക് കൂട്ടാൻ പറ്റും. പിന്നെ രണ്ടാമത്, ഈ മധ്യവയസ്കരിൽ കാണുന്ന സ്തനവലിപ്പം കൂടി സ്തനങ്ങളുടെ വലിപ്പം കൂടുതൽ കാരണം അവർ അനുഭവിക്കുന്ന ദുരവസ്ഥകൾക്കുള്ള പ്രതിവിധിയായിട്ട് നമ്മൾ ചെയ്യുന്നതാണ് ബ്രസ്റ്റ് റിഡക്ഷൻ ഓപ്പറേഷൻ. സാധാരണ അവരുടെ ശരീരത്തിന് അനുയോജ്യമാവുന്ന വിധം ചെറുതാക്കിയെടുക്കാൻ കഴിയുന്ന ശസ്ത്രക്രിയയാണ് ബ്രസ്റ്റ് റിഡക്ഷൻ സർജറി. കേവലം സൗന്ദര്യത്തിന് വേണ്ടി മാത്രമല്ല, വലിപ്പക്കൂടുതൽ കാരണം അവർ അനുഭവിക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ, നേരത്തെ പറഞ്ഞ പോലെ കഴുത്ത് വേദന, പെടലി വേദന, ഭുജങ്ങളുടെ വേദന, ഇതൊക്കെ പരിഹരിക്കാൻ ഈ ബ്രസ്റ്റ് റിഡക്ഷൻ സർജറി വഴി കഴിയും. പറഞ്ഞ പോലെ സ്തനങ്ങൾക്കുണ്ടാകുന്ന ഒരു ഇടിഞ്ഞ് താഴ്ന്ന സ്തനങ്ങൾക്കുണ്ടാകുന്ന ഒരു അപചയം ഉണ്ടാകാറുണ്ട്. അതിന് ബ്രസ്റ്റ് ലിഫ്റ്റ് ഓപ്പറേഷൻസ് ചെയ്യാറുണ്ട്. ഇടിഞ്ഞ് കീഴ്പോട്ടായ സ്തനങ്ങളെ ലിഫ്റ്റ് ചെയ്തിട്ട് സ്തനങ്ങളെ മുറുക്കി ദൃഢമാക്കുന്ന ബ്രസ്റ്റ് ലിഫ്റ്റ്, അങ്ങനെയുള്ള ഓപ്പറേഷൻസ് നമ്മൾ ചെയ്യാറുണ്ട്. അവർ അഭിമുഖീകരിക്കുന്ന സ്തന പ്രശ്നങ്ങൾക്കൊക്കെ ശാശ്വതമായിട്ടുള്ള രീതിയിൽ നമുക്ക് പരിഹാരങ്ങൾ തീർച്ചയായിട്ടും ചെയ്യാൻ സാധിക്കുന്നതാണ്.